നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയുമായി ഒന്നാമതുണ്ടായ സംഭാഷണം. നമ്പൂതിരിപ്പാട് കുളിയും ഊണും കഴിഞ്ഞ ഉടനെ കേശവൻ നമ്പൂതിരി പഞ്ചുമേനോൻ തന്നോട് അറിയിപ്പാൻ പറഞ്ഞ വിവരം അറിയിച്ചു. പറയുമ്പോൾ ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെയുണ്ടായിരുന്നു. തനിക്കു വന്ന ചിരി അടക്കിക്കൊണ്ട് കേശവൻ നമ്പൂതിരിയുടെ വാക്ക് അവസാനിച്ച ഉടനെ പറയുന്നു: ചെറുശ്ശേരി നമ്പൂതിരി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. കവിതാ വനിതാ ചൈവ സ്വയമേവാഗതാ വരാ എന്നാണ് പ്രമാണം. പിന്നെയും ഇന്ദുലേഖ വരുമോ എന്നുള്ളതിനെ എനിക്കണു മാത്രവും സംശയമില്ല. കേശവൻ നമ്പൂതിരി: അതിൽ 2 പക്ഷമില്ല. ഇനി അങ്ങോട്ടൊന്ന് ഇറങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നേരം 4 മണിയായിട്ടേ ഉള്ളൂ. നമ്പൂതിരിപ്പാട്: ഓ, പോവുക. ചെറുശ്ശേരി, ഞാൻ കുപ്പായം ഇട്ട് കളയാം. നേരത്തെ കുപ്പായം എനിക്ക് വളരെ ചേർച്ച തോന്നി. വെയിലത്തു പല്ലക്കിൽ നിന്നിറങ്ങിയപ്പോൾ ബഹുപ്രഭ എനിക്ക് തന്നെ തോന്നി. ചെറുശ്ശേരി നമ്പൂതിരി: അതിനെന്താണ് സംശയം? വാരയ്ക്ക് 95 ഉറുപ്പിക വിലയുള്ള പൊന്നീരാളമല്ലേ? ആ കുപ്പായം തന്നെ ഇടണം. കുപ്പായവും തൊപ്പിയും തുപ്പട്ടയും മോതിരങ്ങളും സ്വർണ്ണക്കുമിഴ് മെതിയടിയും മറ്റും ഇട്ടുകൊണ്ട് നമ്പൂതിരിപ്പാട് ചെറുശ്ശേരിയോടും കേശവൻ നമ്പൂതിരിയോടും ഭൃത്യവർഗങ്ങളോടും വഴിയിൽ അവിടവിടെ നിന്നു ചേർന്ന ആളുകളോടും കൂടി പൂവരങ്ങത്ത് പൂമുഖത്തിന്റെ മുമ്പിലായി. ഉടനെ പഞ്ചുമേനോൻ ഇറങ്ങി വന്നു. നമ്പൂതിരിപ്പാട്ടിലെ കൂട്ടിക്കൊണ്ട് നാലകത്തിലേക്ക് പോയി ഒരു വലിയ കസാലമേലിരുത്തി പഞ്ചപുച്ഛമുടക്കി നിന്നു. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയുടെ മാളിക ഇതോട് തൊട്ടിട്ട് തന്നെയോ? പഞ്ചുമേനോൻ: അതെ. ഈ തെക്കേ അകത്തെ പടിഞ്ഞാറേ വാതിലിൽ കൂടി ഇറങ്ങിയാൽ ആ മാളികയാണ്. എന്നാൽ ആ മാളികയിലേക്ക് എഴുന്നള്ളാം എന്നും കേശവൻ നമ്പൂതിരി എവിടെ എന്ന് പഞ്ചുമേനോൻ പറയുമ്പോഴേക്ക് കേശവൻ നമ്പൂതിരി പുറത്തുനിന്ന് ഓടി വന്ന് ഞാൻ ഇന്ദുലേഖയെ ഒന്ന് അറിയിച്ചു വന്ന് കളയാം എന്ന് പറഞ്ഞ് ഓടി മാളികയിലേക്ക് ചെന്നു. അപ്പോൾ ഇന്ദുലേഖ ഒരെഴുത്തെഴുതിക്കൊണ്ടിരുന്നു. നമ്പൂതിരിയെ കണ്ടപ്പോൾ കലശലായ ഉപദ്രവത്തോടെ എഴുത്തവിടെ നിർത്തി എഴുന്നേറ്റ് എന്താണ് എഴുന്നള്ളിയത് എന്ന് ചോദിച്ചു. കേശവൻ നമ്പൂതിരി: ഊണ് കഴിഞ്ഞു വന്നു. ഇന്ദുലേഖയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. വലിയച്ഛനും അദ്ദേഹവും ചുവട്ടിലുണ്ട്. വരാൻ പറയട്ടെ? ഇന്ദുലേഖ: വന്നോട്ടെ. കേശവൻ നമ്പൂതിരി: അദ്ദേഹം വലിയ നമ്പൂതിരിപ്പാടാണ്. ഇന്ദുലേഖയ്ക്ക് സംസാരിക്കേണ്ട മാതിരിയൊക്കെ അറിയാമല്ലോ. ഇന്ദുലേഖ: എനിക്ക് സംസാരിക്കേണ്ട മാതിരി അശേഷവും അറിഞ്ഞുകൂടാ, ഒരക്ഷരവും അറിഞ്ഞുകൂടാ. പക്ഷേ വരണ്ട, അതാണ് നല്ലത്. കേശവൻ നമ്പൂതിരി: ഛീ, വരണ്ടേ? ഇന്ദുലേഖയ്ക്ക് മനസ്സുപോലെ പറഞ്ഞോളൂ. ഇന്ദുലേഖ: അതുതന്നെയാണ് ഭാവിച്ചിരിക്കുന്നത്. കേശവൻ നമ്പൂതിരി നമ്പൂതിരിപ്പാട്ടിലെ വിളിപ്പാൻ താഴത്തിറങ്ങി. നമ്പൂതിരിപ്പാടെ കണ്ട് സംസാരിച്ച് ആ വിവരത്തെക്കുറിച്ചുകൂടി നേരമ്പോക്കായി പലതും മാധവൻ എഴുതാമെന്ന് ഇന്ദുലേഖ നിശ്ചയിച്ച് പകുതി എഴുതിയ കത്തും മറ്റും എഴുത്തുപെട്ടിയിലിട്ടു പൂട്ടി. പൂട്ടിയ ഉടനെ പുറത്തളത്തിൽ വന്ന് ഒരു പരീക്ഷയ്ക്കൊരു ക്ലാസ്സിലെ കുട്ടി എഴുന്നേറ്റ് നിൽക്കും പോലെ പുറത്തളത്തിലെ ഒരു ചാരുപടിയും പിടിച്ച് അവിടെ നിന്നു. കേശവൻ നമ്പൂതിരി ഉടനെ താഴത്തു വന്ന് മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാട് എഴുന്നേറ്റ് നടന്നു. തെക്കേ അകായിലോളം പഞ്ചുമേനോനും പോയി. പിന്നെ അയാൾ മടങ്ങി. അപ്പോൾ കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് ആചാരം പറവാനും മറ്റും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാട്: ഇത്രയൊക്കെ ഇംഗിരീസും മറ്റും പഠിച്ചിട്ട് ഇത് പഠിച്ചില്ലേ? എന്നോട് മേഘദന്തൻ സ്വായുകൂടി ആചാരം പറയും. ഇരിക്കട്ടെ, എന്റെ ഭാര്യയായാൽ ഞാൻ അതൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ എങ്ങനെയെങ്കിലും പറയട്ടെ. കേശവൻ നമ്പൂതിരി: ശരി, അത് തന്നെ വേണ്ടത്. ഇവിടുത്തെ ബുദ്ധിവലിപ്പം വളരെ തന്നെ. നമ്പൂതിരിപ്പാട്: എന്റെ ഭാര്യയായ നിമിഷം ഞാൻ മാതിരി സകലവും മാറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊൻകുമിഴ് മെതിയടിയും ഇട്ട് കോണിയിന്മേൽ കടാപടാ എന്ന് ശബ്ദിച്ചുകൊണ്ട് കോണി കയറി പുറത്തളത്തിലേക്ക് കടന്നപ്പോൾ ചാരുപടിയും പിടിച്ചു നിൽക്കുന്ന തരുണീരത്നമായ ഇന്ദുലേഖയെ കണ്ടു. ആദ്യം ഒരു മിന്നൽ പിണർ കണ്ണിടിച്ച പോലെ തോന്നി. കണ്ണുമിഴിച്ച് പിന്നെയും നോക്കി. അതിസുന്ദരിയായ ഇന്ദുലേഖയെ ആപാദചൂടം നിർവികാരനായി ഒന്ന് നോക്കി. നമ്പൂതിരിപ്പാട് ഭ്രമിച്ചു വലഞ്ഞു കുഴഞ്ഞുപോയി. 1-2 നിമിഷനേരം നിശ്ചലനായി നിന്നു. ഇങ്ങനെ സൗന്ദര്യം ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മഹാഭാഗ്യം തന്നെ. എന്നെ ഇവൾ കാമിക്കാതിരിക്കില്ല. എനിക്ക് അന്യസ്ത്രീഗമനം ഇനിയില്ല. ഇന്ദുലേഖയെ ഒഴിച്ച് ഞാൻ ഒരു സ്ത്രീയെയും സ്മരിക്കൂടിയില്ല. അതിന് 2 പക്ഷമില്ല. ഇന്ദുലേഖയുടെ സ്വരൂപം കണ്ട് സുബോധം വന്ന പിന്നെ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നമ്പൂതിരിപ്പാട്ടിലെ മനസ്സിൽ വിചാരിച്ചതും നിശ്ചയിച്ചുറച്ചതും. ഇന്ദുലേഖ യാതൊരു ഭാവഭേദവും കൂടാതെ നമ്പൂതിരിപ്പാട്ടിലെ മുഖത്ത് നോക്കിക്കൊണ്ടു നിന്നു. തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു എന്നു പറയാൻ പാടില്ല. തുറിച്ചു നോക്കാൻ ഇന്ദുലേഖയ്ക്ക് അറിഞ്ഞുകൂടാ.
കേശവൻ നമ്പൂതിരി ഉടനെ ഒരു കസാല നീക്കിവെച്ച് അതിന്മേൽ നമ്പൂതിരിപ്പാട്ടിലെ ഇരുത്തി താഴത്തിറങ്ങി. നമ്പൂതിരിപ്പാട് കസാലമേലിരുന്ന് പിന്നെയും ഇന്ദുലേഖയുടെ മുഖത്ത് തന്നെ കണ്ണുപറിക്കാതെ നോക്കി. ഇന്ദുലേഖയും നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ഒടുവിൽ നമ്പൂതിരിപ്പാട്, ഞാൻ വന്നപ്പോൾ താഴെ ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ടതുപോലെ തോന്നി എന്നു പറഞ്ഞ് കവിൾത്തടം കവിഞ്ഞു നീണ്ടിട്ട് ഒരു മന്ദഹാസം ചെയ്തു. ഇന്ദുലേഖ, ഞാനപ്പോൾ താഴത്തില്ല. ഞാൻ എന്നു പറഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാടൊന്നും ഞെട്ടി. ഒരു നായർ സ്ത്രീ തന്നോടങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്തോഭങ്ങളൊന്നും ക്ഷണിക നേരവും നിന്നില്ല. ഇന്ദുലേഖയുടെ സൗന്ദര്യം കണ്ട് നമ്പൂതിരി വലഞ്ഞ് മറ്റുള്ള സകല അഭിമാനവും മറന്നുപോയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്, താഴത്തു വന്നതേയില്ലേ? ഇന്ദുലേഖ, വന്നതേയില്ല. നമ്പൂതിരിപ്പാട്, അതെന്തേ? ഇന്ദുലേഖ, ഒന്നും ഉണ്ടായിട്ടല്ല. നമ്പൂതിരിപ്പാട്, ആദ്യം വരാൻ നിശ്ചയിച്ച ദിവസം സംഗതി വശാൽ പുറപ്പെടാൻ തരമായില്ല. ആ വിവരത്തിന് എഴുത്തയച്ചു. എഴുത്ത് കണ്ടില്ലേ? ഇന്ദുലേഖ, ഞാൻ കണ്ടിട്ടില്ല. നമ്പൂതിരിപ്പാട്, കറുത്തയിടം കാണിച്ചില്ലേ? ഇന്ദുലേഖ, നമ്പൂരി എന്നെ കാണിച്ചിട്ടില്ല. നമ്പൂതിരിപ്പാട്, കറുത്തയിടം മഹാവിഡ്ഢി തന്നെ. അന്നു ഞാൻ പുറപ്പെട്ട ദിവസം ഒരു ഏലമല കരാറുകാരൻ മക്ഷാമൻ സാഹിബ് വന്നിരുന്നു. 80,000 ഉറുപ്പികയ്ക്ക് മല കരാർ കൊടുത്തു. ആ തിരക്കിനാലാണ് അന്ന് വരാഞ്ഞത്. ഇന്ദുലേഖയെ കാണാൻ വഴുകിക്കൊണ്ടിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ട് നല്ല പരിചയമുണ്ട്. ഇന്ദുലേഖ കറുത്തേടത്തിന് അമ്മയ്ക്ക് ബാന്ധവമായതിനു മുമ്പുണ്ടായ മകളായിരിക്കാം. ഇന്ദുലേഖ, ആരുടെ മകൾ? കറുത്തേടത്ത് നമ്പൂരിയുടെയോ? അല്ല, ഞാൻ നമ്പൂരിയുടെ മകളല്ല, രാമവർമ്മ രാജാവിൻ്റെ മകളാണ്. നമ്പൂതിരിപ്പാട്, അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദുലേഖ, എന്നാൽ ശരി. നമ്പൂതിരിപ്പാട്, ഇനി താൻ എന്താണ് പറയേണ്ടത്? തിനിക്കു പറയേണ്ട സംഗതിയൊന്നും ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് കുറെ നിരൂപിച്ചിട്ട്. നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് കേട്ട് എനിക്ക് നിവൃത്തിയില്ലാതായി. ഇന്ദുലേഖ, എന്റെ സൗന്ദര്യം കൊണ്ട് ഇവിടേക്ക് എന്താണ് നിവൃത്തിയില്ലാതെ ആയതെന്ന് മനസ്സിലായില്ല. നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയുടെ വർത്തമാനം കേട്ട് കേട്ട് മനവക കാര്യങ്ങൾ യാതൊന്നും ഞാൻ നോക്കാതെയായി. ഇന്ദുലേഖ, ഇതു മഹാകഷ്ടം. ഞാൻ മനവക കാര്യങ്ങൾക്ക് ഇത്ര വിരോധിയോ? ഇതിനെന്താണ് സംഗതി? നമ്പൂതിരിപ്പാട്, ഇന്നലെ ചെറുശ്ശേരി ഒരു ശ്ലോകം ചൊല്ലി. അത് ഇന്ദുലേഖയോട് ചൊല്ലണമെന്ന് എനിക്കൊരാഗ്രഹം. ഇന്ദുലേഖയ്ക്ക് സംസ്കൃതത്തിൽ വിൽപ്പത്തിയല്ല ഇംഗിരിയസ് പഠിപ്പാണുള്ളതെന്ന് കേട്ടു. സംസ്കൃത ശ്ലോകം ചൊല്ലിയാൽ അർത്ഥം മനസ്സിലാവോ? ഇന്ദുലേഖ, നല്ലവണ്ണം മനസ്സിലാവാൻ പ്രയാസം. നമ്പൂതിരിപ്പാട്, കുറെ വായിച്ചു വിൽപ്പത്തിയായിരുന്നു വേണ്ടത്. ഇന്ദുലേഖ, ശരി. നമ്പൂതിരിപ്പാട്, ഞാനൊരു ശ്ലോകം ചൊല്ലാം. അർത്ഥം മനസ്സിലാവുമോ എന്ന് നോക്കൂ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ദുലേഖ, അർത്ഥം മനസ്സിലാവുന്ന കാര്യം സംശയം. നമ്പൂതിരിപ്പാട്, എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ദുലേഖ, അങ്ങനെയാവട്ടെ. നമ്പൂതിരിപ്പാട് ഒരു ശ്ലോകം ചൊല്ലാൻ വിചാരിച്ചു. ശ്ലോകം 1-2 തോന്നുകയുള്ളൂ. വിൽപ്പത്തി ലേശമില്ലാത്തതിനാൽ മഹാ അബദ്ധമായിട്ടാണ് തോന്നുന്നത് തന്നെ ചൊല്ലുമാറ്. തോന്നുന്നതിൽ തന്നെ ചില പദങ്ങളും പാദങ്ങളും ഇടയ്ക്കിടെ മറന്നുപോകും, പിന്നെയും തോന്നും. ഇങ്ങനെയാണ് സ്ഥിതി. ശ്ലോകം ചൊല്ലുവാൻ നിശ്ചയിച്ച് നമ്പൂതിരിപ്പാട് കുറെ വിചാരിച്ചു. ഒരു ശ്ലോകം പകുതി തോന്നി. അത് ചൊല്ലുന്നു. ആസ്താം പീയൂഷഭാവ സുമതിഗരജരളഹാരി പ്രസിദ്ധ. പിന്നെ എന്താണ്? തോന്നുന്നില്ല. ചെറുശ്ശേരിയെ അറിയുമോ? അറിയുമെന്നവൾ പറഞ്ഞു. അയാൾ എൻ്റെ കൂടെ തന്നെയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അയാളാണ് ശ്ലോകം ചൊല്ലാറ്. എനിക്ക് ഇത് ഓർമ്മ വയ്ക്കാനും മറ്റും മഹാ അസഖ്യം. പിന്നെ കാര്യങ്ങളുടെ തിരക്കിൽ എന്ത് ശ്ലോകം? എന്നാലും ഞാൻ ചൊല്ലിയ ശ്ലോകം ബഹുവിശേഷമായിരുന്നു. എന്താ അന്താളിച്ച് നോക്കട്ടെ. ആസ്താം പീയൂഷഭാവ സുമതി ഗരജരള ഇതി പ്രസിദ്ധ. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്, ബുദ്ധിമുട്ടണ്ട, ശ്ലോകം പിന്നെ ഓർമ്മയാക്കിയിട്ട് ചൊല്ലാമല്ലോ. നമ്പൂതിരിപ്പാട്, ചീ, അതുപോരാ. ഞാൻ ഒന്നാമത് ഇന്ദുലേഖയോട് ചൊല്ലിയ ശ്ലോകം മുഴുവനാക്കാഞ്ഞാൽ പോരാ. നോക്കട്ടെ. ആസ്താം പീയൂഷഭാവ സുമതി ഗരജരള ഇതി പ്രസിദ്ധ. ഓഹോ, തോന്നി തോന്നി. തല്ലഭോപായ ഖിന്നാഭിജ ഗരള ഹരോഹേരുതല്ല സഭാവഹ. എനിയത്തെ 2 പാദം അശേഷം തോന്നുന്നില്ല.
മുമ്പ് തന്നെ തോന്നുന്നില്ല. വിചാരിച്ചിട്ട് ഫലമില്ല. ആസ്താം പീയൂഷഭാവ. ഓ, പിന്നെയും മറന്നുവോ? ഇതു വലിയ വിഷമം. ഓ ഹോ, തോന്നി. ആസ്താം പീയൂഷഭാവ സുമതിഗരജരള ഇതി പ്രസിദ്ധ തല്ലഭോപായ ഖിന്നാഭിജ ഗരളഹാരോഹേരുല്ലാസഭാവഹ. ഇത്രത്തോളം ചൊല്ലി പിന്നെ അശേഷം തോന്നുന്നില്ലെന്നു പറഞ്ഞുകൊണ്ട് നമ്പൂതിരിപ്പാട് എഴുന്നേറ്റ് കറുത്തേടത്തിനെ വിളിക്കാൻ കോണിവാതുക്കൽ പോയി. കറുത്തേടം, കറുത്തേടം എന്നുറക്കെ വിളിച്ചു. കേശവൻ നമ്പൂരി ഹാജരായി കോണിച്ചുവട്ടിൽ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. ഓടിയെത്തി. നമ്പൂതിരിപ്പാട്, കറുത്തേടം, ചെറുശ്ശേരിയുടെ അടുക്ക പോയി ആസ്താം എന്ന ശ്ലോകം മുഴുവനും ഒരു ഓലയിൽ എഴുതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ, വേഗം വേണം. കേശവൻ നമ്പൂരി ഓടിപ്പോയി. ചെറുശ്ശേരി നാലുകെട്ടിൽ ഒരു കസാലയിന്മേൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോഴേക്ക് കേശവൻ പദം മറന്നിരിക്കുന്നു. കേശവൻ നമ്പൂതിരി, ചെറുശ്ശേരി ഒരു ശ്ലോകം എഴുതിത്തരാൻ പറഞ്ഞു നമ്പൂരി. അത് വേഗം എഴുതിത്തരൂ. ഓലയും എഴുത്താണിയും ഇതാ. എന്താണ് ശ്ലോകം? എന്തോ. ഓ, അന്താളിച്ചു. വരട്ടെ. ശരി ശരി, ഓർമ്മയായി. ശ്ലോകത്തിന്റെ ആദ്യം ആസീൽ എന്നാണ്. വേഗം എഴുതിത്തരൂ. ചെറുശ്ശേരി വേഗം ഓല വാങ്ങി. ആസിദ്ധ ശരഥോ നാമ സൂര്യവംശേധ പാർത്ഥിവ ഭാര്യാസ്തിസ്രോബി ലബ്ധൗസൗ താസു ലേഭേന സന്തതിം എന്ന ശ്ലോകം എഴുതിക്കൊടുത്തു. കേശവൻ നമ്പൂതിരി ഓലയും കൊണ്ട് മുകളിലേക്ക് ഓടിച്ചെന്നു. നമ്പൂതിരിപ്പാട്ടിലേക്ക് കണ്ണട വയ്ക്കാതെ ഒരക്ഷരം വായിച്ചുകൂടാ. എന്നാൽ ഇന്ദുലേഖയുടെ മുമ്പാകെ കണ്ണട വെക്കുന്നത് തന്റെ യൗവനത്തെക്കുറിച്ച് ഇന്ദുലേഖയുടെ അഭിപ്രായത്തിന് ഹാനിയായി വന്നാലോ എന്ന് വിചാരിച്ച് താൻ ഓല വാങ്ങാതെ കേശവൻ നമ്പൂതിരിയോട് തന്നെ വായിക്കാൻ പറഞ്ഞു. കേശവൻ നമ്പൂതിരിക്കും കണ്ണട കൂടാതെ നല്ലവണ്ണം വായിച്ചുകൂടാ. എങ്കിലും കൽപ്പന പ്രകാരം തപ്പിത്തപ്പി വായിച്ചു തുടങ്ങി. കേശവൻ നമ്പൂതിരി, ആസീ ദശരഥോ നാമസു ര്യം വംശേധ പാർത്ഥിവ. ഇത്രത്തോളം വായിക്കുമ്പോഴേക്ക് ഇന്ദുലേഖ വല്ലാതെ ചിരിച്ചു തുടങ്ങി. നമ്പൂതിരിപ്പാട്, ഛീ, അബദ്ധം. കറുത്തേടത്തിന് വിൽപ്പത്തി ലേശമില്ലെന്ന് തോന്നുന്നു. ഇതല്ല ശ്ലോകം. ആദ്യത്തെ പാദം എനിക്കറിയാം, എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് കേശവൻ നമ്പൂതിരിയെക്കൊണ്ട് താൻ മുമ്പ് ചൊല്ലിയ പ്രകാരം എഴുതിച്ചു. ഓലയും കൊണ്ട് കേശവൻ നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയുടെ അടുക്കെ രണ്ടാമതും ചെന്നു. കേശവൻ നമ്പൂതിരി, ചെറുശ്ശേരിക്ക് എല്ലായ്പ്പോഴും പരിഹാസമാണ്. നമ്പൂരി വിചാരിച്ച ശ്ലോകമല്ല എഴുതി തന്നത്. ഇതാ ഞാൻ ഓലയിൽ എഴുതിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇത് മുഴുവൻ എഴുതി തരൂ. ചെറുശ്ശേരി നമ്പൂതിരി ഓല വാങ്ങി നോക്കി. ഓഹോ, ഈ ശ്ലോകമോ? എന്നാൽ അങ്ങനെ പറയണ്ടേ. ആസീൽ എന്നാണ് ആദ്യം എന്നല്ലേ കറുത്തേടം പറഞ്ഞത് എന്നും പറഞ്ഞ് പൂർവാർത്ഥത്തിലുണ്ടായിരുന്ന പിഴകൾ തീർത്ത് ഉത്തരാർത്ഥം എഴുതി കൊടുത്തു. അതും കൊണ്ട് പിന്നെയും കേശവൻ നമ്പൂതിരി മുകളിലേക്ക് ചെന്നു. ശ്ലോകം വായിക്കാൻ നമ്പൂതിരിപ്പാട് കേശവൻ നമ്പൂതിരിയോട് പറഞ്ഞു. കേശവൻ നമ്പൂതിരി, ഇതൊരു വലിയ ശ്ലോകമാണ്. ഞാൻ വായിച്ചാൽ ശരിയാവുകയില്ല. ഇന്ദുലേഖ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നല്ല വിൽപ്പത്തിയാണ്. ഇന്ദുലേഖേ, ഇതൊന്നു വായിക്കൂ. ഇന്ദുലേഖ, എനിക്ക് നല്ല വിൽപ്പത്തിയില്ല. വല്ലതും പറയണ്ട. എന്നാൽ ഈ ശ്ലോകം എനിക്ക് തോന്നും. ബുദ്ധിമുട്ടണ്ട, ചൊല്ലിക്കളയാം എന്നും പറഞ്ഞ് ഉപദ്രവം തീരാൻ വേണ്ടി ചൊല്ലുന്നു. ആസ്താം പീയൂഷലാഭസ്സുമുഖിഗരജര മൃത്യൂഹാരി പ്രസിദ്ധ സ്ഥല്ലോഭോപായ ചിന്താപി ച ഗരളജുഷോ ഹേതുരുല്ലാഖദായ നോ ചേതാലോലദൃഷ്ടി പ്രതിഭയഭുജഗീ ദഷ്ടമർമാ മുഹുസ്തേയാമോവാലംബ്യ ജീവേ കഥമധരസുധാ മാധുരീപമജ്ഞാനൻ. നമ്പൂതിരിപ്പാട്, അതിവിശേഷമായ ശ്ലോകം അല്ലേ? ഇന്ദുലേഖ, അതെ. നമ്പൂതിരിപ്പാട്, കറുത്തേടം പോയി താഴത്തിരിക്കൂ. കേശവൻ നമ്പൂതിരി പോയി മുറുക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് താഴത്തേക്ക് പോയി. നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയ്ക്ക് കളിഭ്രാന്തുണ്ടോ? ഇന്ദുലേഖ, എന്തു ഭ്രാന്ത്? നമ്പൂതിരിപ്പാട്, കളിഭ്രാന്ത്, കഥകളിഭ്രാന്തേ. ഇന്ദുലേഖ, എനിക്കൊരു വകയായ ഭ്രാന്തും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്പൂതിരിപ്പാട്, എനിക്ക് നല്ല ഭ്രാന്താണ്, കലശലാണ് ഭ്രാന്ത്. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്, ശരി തന്നെ, സംശയമില്ല. നമ്പൂതിരിപ്പാട്, എന്താ ഇന്ദുലേഖ ഈ വിവരം മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇന്ദുലേഖ, ഇല്ല, ഇപ്പോൾ അറിഞ്ഞു. നമ്പൂതിരിപ്പാട്, ഞാൻ പറഞ്ഞറിഞ്ഞു അല്ലേ? ഇന്ദുലേഖ, അതെ,
ഇവിടുത്തെ വാക്കുകളെ കൊണ്ട് നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്: ഇന്നലെ മനക്കൽ കളിയുണ്ടായിരുന്നു. രാമന്റെ ദശാസ്യൻ ബഹുവിശേഷം തന്നെ. ഇന്ദുലേഖ രാമനെ കേട്ടിട്ടുണ്ടോ? രാമൻ ശൂദ്രർ രാമപ്പണിക്കർ എന്നും പറയും. വലിയ ഊറ്റക്കാരനാണ്. രംഗശ്രീ കലശൽ മെയ്യും അങ്ങനെ തന്നെ. ഇന്ദുലേഖയ്ക്ക് ഇനി ദിവസം പ്രതി കളി കാണാം. എനിക്ക് നല്ല ഭ്രാന്താണ്. യശി മിക്കവാറും ദിവസം കളി ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഒരു സ്ത്രീവേഷവും കണ്ടു. ഈയിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. രാഘവൻ എന്നൊരു ചെക്കൻ. രാഘവനെ ഇന്ദുലേഖ അറിയുമോ? അവൻ മുഖം മിനുക്കിയാൽ ഇന്ദുലേഖയുടെ മുഖം പോലെ തന്നെ. അങ്ങനെ തന്നെ, ഒരു ഭേദവുമില്ല. ഇവിടെ കളി കൂടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: എത്ര കൊല്ലമായി ഇന്ദുലേഖ കളി കണ്ടിട്ട്? ഇന്ദുലേഖ: 4-5 കൊല്ലമായി എന്ന് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ശിവ 4-5 കൊല്ലോ? ഇത്ര സമ്പത്തുള്ള ഈ വീട്ടിൽ കഥകളി കഴിഞ്ഞിട്ട് 4-5 കൊല്ലമോ? ആശ്ചര്യം. അതിന്റെ പരിജ്ഞാനമില്ലാഞ്ഞാൽ അത്രേ ഉള്ളൂ. പഞ്ചുവിന് പരിജ്ഞാനം ഒട്ടും ഇല്ലായിരിക്കും. പിന്നെ ഇന്ദുലേഖ എന്തു ചെയ്യും? ഇന്ദുലേഖ: അതെ, ശരി തന്നെ. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയ്ക്ക് ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയാമോ? ഇന്ദുലേഖ: കുറെ പഠിച്ചു. നമ്പൂതിരിപ്പാട്: സായവരോട് സംസാരിക്കാമോ? ഇന്ദുലേഖ: പഠിച്ചതിന്റെ അവസ്ഥാനുസരണം ആരോടും സംസാരിക്കാം. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ ഞാൻ ഇശി കേട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അതിലൊക്കം വിശേഷം. എന്റെ ഭാഗ്യം തന്നെ. ഇന്ദുലേഖ: എന്താണ് ഭാഗ്യം? അറിഞ്ഞില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖയെ കണ്ടതു തന്നെ ഭാഗ്യം. ഇന്ദുലേഖ: എന്താണ് എന്നെ കാണുന്നതുകൊണ്ട് ഒരു ഭാഗ്യമെന്ന് ഞാൻ അറിയുന്നില്ല. നമ്പൂതിരിപ്പാട്: ഇത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇന്ദുലേഖ: പറഞ്ഞിടത്തോളം മനസ്സിലായി. പറയാത്തതെങ്ങനെ മനസ്സിലാവും? ഇവിടുത്തെ ഭാഗ്യമെന്ന് പറഞ്ഞത് മനസ്സിലായി. എന്തു ഭാഗ്യമാണ് ഇവിടേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുത്തരം പറഞ്ഞില്ല. പറയാത്തതുകൊണ്ട് ആ സംഗതി മനസ്സിലായതുമില്ല. നമ്പൂതിരിപ്പാട്: അതൊക്കെ എൻ്റെ ഭാഗ്യം തന്നെ, എൻ്റെ ഭാഗ്യം തന്നെ. ഇന്ദുലേഖയുടെ വാക്ക് സാമർഥ്യം കേമം തന്നെ. എന്നെ ഒന്ന് ചെണ്ട കൊട്ടിക്കണമെന്നാണ് ഭാവമെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: ഇവിടെ ചെണ്ടയില്ല. ഇവിടുന്ന് ചെണ്ട കൊട്ടി കേൾക്കണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖ ബഹുരസികത്തിയാണ്. ഇങ്ങനെ ഇരിക്കണ്ടേ വാക്കു സാമർഥ്യം? എന്നെ മുമ്പ് കേട്ടു പരിചയം ഉണ്ടായിരിക്കും. ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: കേട്ടിട്ടേയില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: എന്റെ വർത്തമാനവും അറിയില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: അപ്പോൾ ഞാൻ വരുന്ന വർത്തമാനവും അറിഞ്ഞില്ലേ? ഇന്ദുലേഖ: വരുന്നുണ്ടെന്ന് ഇവിടെ ആരോ ഇന്നലെയോ മറ്റോ പറഞ്ഞു കേട്ടു. നമ്പൂതിരിപ്പാട്: അപ്പോൾ എന്റെ വർത്തമാനം ഇന്ദുലേഖ ആരോടും അന്വേഷിച്ചില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: അതെന്തേ? ഇന്ദുലേഖ: ഒന്നും ഉണ്ടായിട്ടല്ല, അന്വേഷിച്ചില്ല, അത്രയുള്ളൂ. നമ്പൂതിരിപ്പാട്: ഞാൻ വന്ന കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇന്ദുലേഖ: ഇല്ല, മനസ്സിലായിട്ടില്ല. നമ്പൂതിരിപ്പാട്: എന്ത്? അതും മനസ്സിലായിട്ടില്ലേ? ഇന്ദുലേഖ: ഇല്ല. നമ്പൂതിരിപ്പാട്: ഞാൻ ഇന്ദുലേഖയെ കാണാനായിട്ട് തന്നെയാണ് വന്നത്. ഇന്ദുലേഖ: ശരി, അങ്ങനെയായിരിക്കാം. നമ്പൂതിരിപ്പാട്: മനവക സകല കാര്യവിചാരവും ഞാൻ തന്നെയാണ് എന്നു പറഞ്ഞ് നേരം നോക്കാനെന്ന് ഭാവിച്ച് പൊൻകടിയാൾ മടിയിൽ നിന്നെടുത്ത് തുറന്നു നോക്കി. 5 മണിയായി എന്ന് പറഞ്ഞു. ഇന്ദുലേഖ: ഓ, എന്നാൽ സന്ധ്യാവന്ദനത്തിന്റെ സമയമായിരിക്കും. നമ്പൂതിരിപ്പാട്: ഹേ, അതിനൊന്നും സമയമായിട്ടില്ല. ഈ ഗടിയാൾ ഒന്ന് നോക്കണമോ എന്നു പറഞ്ഞ് ഗടിയാളും മാലച്ചങ്ങലയും കഴുത്തിലിട്ടയിടത്തു നിന്ന് എടുത്തു കൊടുപ്പാൻ ഭാവിച്ചപ്പോൾ ഇന്ദുലേഖ വാങ്ങി. ഇത് നല്ല ഗടിയാൾ എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാട്: ഇതെനിക്ക് മേഘദന്തൻ സാഹിബ് സമ്മാനമായി കഴിഞ്ഞ കൊല്ലം ഏലമലവാരം 75,000 ഉറുപ്പികയ്ക്ക് കൊടുത്തപ്പോൾ തന്നതാണ്. മേഘദന്തൻ സാഹിബ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദുലേഖ ഉറക്കെയൊന്ന് പൊട്ടിച്ചിരിച്ചുപോയി. അതിനുശേഷം ഗടിയാൾ തിരികെ കൊടുത്തു. ഇന്ദുലേഖയുടെ ഈ ചിറിയും ഭാവവും കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് തന്നിൽ അനുരാഗം തുടങ്ങിയെന്ന് നമ്പൂതിരിപ്പാടും
ഈ മേഘദന്തൻ സായുവിനെക്കുറിച്ച് മാധവൻ എഴുതുന്ന കത്തിൽ എഴുതണമെന്ന് ഇന്ദുലേഖയും ഏകകാലത്തിൽ തന്നെ നിശ്ചയിച്ചു. നമ്പൂതിരിപ്പാട്ടിലേക്ക് മോഹം അതിയായി വർദ്ധിച്ചു. എന്നിട്ട് ഈ ക്ഷമയില്ലാത്ത വിഡ്ഢി പറയുന്നു: നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖയോടുകൂടി തന്നെ എല്ലായ്പ്പോഴും ഇരിക്കാനാണ് എനിക്ക് മോഹം. ഇന്ദുലേഖ: അത് സാധിക്കാത്ത മോഹമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രത്തോളം പറയുമ്പോഴേക്ക് കേശവൻ നമ്പൂതിരി വെള്ളിത്തട്ടത്തിൽ മുറുക്കാനും മറ്റുമെടുത്ത് മുകളിലേക്ക് കയറി വന്നു. ഇന്ദുലേഖ: എനിക്കിനി മേൽ കഴുകി അമ്പലത്തിൽ പോവണം. കേശവൻ നമ്പൂതിരി ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോയി. പോവുമ്പോൾ ഇന്ദുലേഖ കേശവൻ നമ്പൂതിരിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോക്ക് കേശവൻ നമ്പൂതിരിക്ക് തന്റെ ശരീരത്തിന്മേൽ ഒരു ഇരുമ്പുകോൽ പഴുപ്പിച്ച് ചൂടുവെച്ച പോലെ കൊണ്ടു. കേശവൻ നമ്പൂതിരി വെറ്റിലത്തട്ടം കൊണ്ട് അവിടെ ഇളിഭ്യനായി വശായി. നമ്പൂതിരിപ്പാട്ടിലേക്ക് ആകപ്പാടെ നല്ല സുഖമായിട്ടില്ല. എങ്കിലും അവിടെ തന്നെ ഇരുന്നു മുറുക്കി കുറേ നേരം ഇന്ദുലേഖയുടെ മുറിയിലുള്ള സാമാനങ്ങളും മറ്റും നടന്നു നോക്കി. ബുക്കുകൾ വളരെ കണ്ടു. പെണ്ണുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ വളരെ ദോഷമാണെന്ന് തീർച്ചയാക്കി. കേശവൻ നമ്പൂതിരി നമ്പൂതിരിപ്പാടോട്: ഇന്ദുലേഖയ്ക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോവൽ മുടങ്ങാതെ ഉണ്ട്. അതിന് സമയവും മറ്റും അതികൃത്യമാണ്. അതാണ് ഇപ്പോൾ പോയിക്കളഞ്ഞത്. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖ വേഗം ഇങ്ങോട്ട് വരുമല്ലോ. വരുന്നവരെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക അല്ലേ? കേശവൻ നമ്പൂതിരി: അതു വേണ്ടെന്ന് തോന്നുന്നു. അത്താഴം കഴിഞ്ഞ് 9 മണിക്ക് ഇവിടെ വന്ന് ഇന്ദുലേഖയുടെ പാട്ടും മറ്റും കേൾക്കാം. അതല്ലേ നല്ലത്? നമ്പൂതിരിപ്പാട്: അങ്ങനെ തന്നെ, അതാണ് നല്ലത് എന്നും പറഞ്ഞ് രണ്ടാളും കൂടി ചോട്ടിലേക്ക് പോന്നു. നമ്പൂതിരിപ്പാട് മുകളിൽ കേശവൻ നമ്പൂതിരിയോട് കൂടി ഇന്ദുലേഖയുടെ മാളികയിന്മേൽ സാമാനങ്ങൾ നോക്കുമ്പോൾ ചുവട്ടിൽ ഇന്ദുലേഖയും ചെറുശ്ശേരി നമ്പൂതിരിയുമായി ഒരു സംഭാഷണമുണ്ടായി. ഇന്ദുലേഖ മേൽ കഴുകാനെന്നു പറഞ്ഞ് മാളിക മുകളിൽ നിന്നിറങ്ങി തെക്കേ അറയിൽ കൂടി നാലുകെട്ടിൽ കടന്നപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി തെക്കിനിയിൽ ഒരു കസാലമേൽ താനേ ഇരിക്കുന്നത് കണ്ടു. ഇന്ദുലേഖയെ കണ്ട ഉടനെ നമ്പൂതിരി കസാലമേൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദുലേഖയുടെ സമീപത്തേക്ക് ചെന്ന് മന്ദഹാസത്തോടുകൂടി നിന്നു. ഇന്ദുലേഖയ്ക്ക് നമ്പൂതിരിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എങ്കിലും എന്താണ് ആദ്യം പറയേണ്ടതെന്ന് ഒന്നും തോന്നിയില്ല. അപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണല്ലോ. എന്നാൽ അതിസമർത്ഥനായ ചെറുശ്ശേരി നമ്പൂതിരി ഇന്ദുലേഖയുടെ സൗഖ്യക്കേട് ക്ഷണേന തീർത്തു. ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ന് കാണാൻ ഇടവരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ ഈ ഗോഷ്ഠിയിലൊന്നുമില്ല, നിർദോഷിയാണേ, എന്നെ ശങ്കിക്കരുതേ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് മനസമാധാനം വന്നു. വാക്കുകൾ ധാരാളമായി പറയാറായി. ഇന്ദുലേഖ: എന്താണ് മുകളിൽ എഴുന്നള്ളാത്തത്? മുമ്പ് പരിചയവും സ്നേഹവും ഉണ്ടായതുകൊണ്ടായിരിക്കാം. എഴുന്നള്ളിയിട്ടുണ്ടെന്ന് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ചെറുശ്ശേരി നമ്പൂതിരി: നമ്പൂതിരി മുകളിലേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചില്ല. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്നവരിൽ ഒരുവന്റെ സ്ഥിതിയിലാണല്ലോ. അതുകൊണ്ട് വിളിക്കാതെ ഒന്നിച്ചു വരണ്ട എന്നു വെച്ചതാണ്. നാളെ രാവിലെ ഏതായാലും വരാമെന്നുറപ്പിച്ചിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടതെന്റെ ഭാഗ്യം. മാധവന് 150 ഉറുപ്പിക ശമ്പളമായി എന്ന് കേട്ടു. വളരെ സന്തോഷമായി. മുകളിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന മൗഢ്യം സകലം തീർന്നു. മാധവന്റെ പേര് ചെവിയിൽപ്പെട്ട ഉടനെ ഒരു രോമാഞ്ചവും അല്പം ലജ്ജയും ഉണ്ടായി. മുഖം അല്പമൊന്ന് താഴ്ത്തി മന്ദഹാസം ചെയ്യുന്നത് ചെറുശ്ശേരി നമ്പൂതിരി കണ്ടു വളരെ സന്തോഷിക്കുകയും ഇന്ദുലേഖയുടെ അവസ്ഥയെപ്പറ്റി ബഹുമാനിക്കുകയും ചെയ്തു. ഉടനെ: ഇന്ദുലേഖ, 2 ദിവസത്തിനകത്ത് മദിരാശിയിൽ നിന്ന് വരുമെന്ന് എഴുത്തു വന്നിട്ടുണ്ട്. ഒരു സമയം ഈ പ്രാവശ്യം മടങ്ങിപ്പോകുമ്പോൾ. പിന്നെ ഒന്നും പറയാതെ കുറെ ലജ്ജിച്ചുകൊണ്ട് നിന്നു. ചെറുശ്ശേരി നമ്പൂതിരി: മടങ്ങിപ്പോകുമ്പോൾ ഇന്ദുലേഖയും കൂടെ അല്ലേ? ഇന്ദുലേഖ മന്ദഹസിച്ചുകൊണ്ട്: അതെ. തിരുമനസ്സിനുമായിട്ട് സംസാരിക്കാൻ മനസ്സുള്ള ആൾക്ക് സംസാരിപ്പാനുള്ള വാക്കുകളും സംഗതികളും തിരുമനസ് തന്നെ വേണ്ട വിധം അറിയിച്ചും പറഞ്ഞും കൊടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ചെറുശ്ശേരി നമ്പൂതിരി: നിങ്ങൾ 2 ആളുടെയും കൂടെ ഞാനും മദിരാശിയിലോളം വരാം. ഇന്ദുലേഖയും മാധവനും ഭാര്യാഭർത്താക്കന്മാരായി അധികകാലം അതിഭാഗ്യത്തോടുകൂടിയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹവും അനുഗ്രഹവും. ഈ വാക്കുകൾ പറയുമ്പോൾ നമ്പൂതിരിയുടെ കണ്ണിൽ അശ്രുക്കൾ നിറഞ്ഞു വശായി. അതിമനോഹരിയായ ഇന്ദുലേഖയ്ക്ക് ഈ അതിസുന്ദരനായ മാധവൻ തന്നെ ഭർത്താവായി കാണണമെന്നാണ് ഇവരെ 2 പേരെയും കാണുക മാത്രമുണ്ടായിട്ടുള്ള സാമാന്യ ബുദ്ധികളായ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും അഭിപ്രായവും. എന്നാൽ ഇവരെ 2 പേരുടെയും രൂപസൗന്ദര്യത്തിന് പുറമേ ഇവരുടെ പഠിപ്പ്, ബുദ്ധിസാമർഥ്യം, ശീലഗുണം, അന്യോന്യമുള്ള അനുരാഗം ഇതുകളെ വെടുപ്പായി മനസ്സിലാക്കിയിട്ടുള്ള അതിബുദ്ധിമാനും വിദ്വാനുമായ ചെറുശ്ശേരി നമ്പൂതിരിക്ക് ഇവരുടെ ചേർച്ചയിലും അഭ്യുദയത്തിലും അതിസന്തോഷവും അതിനിമിത്തം സന്തോഷാശ്രുക്കളും ഉണ്ടായത് ആശ്ചര്യമില്ലല്ലോ. നമ്പൂതിരി മേൽക്കാണിച്ച പ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദുലേഖയ്ക്കും കണ്ണീർ താനേ പുറപ്പെട്ട് ഗൽഗതാക്ഷരമായി.
ഇന്ദുലേഖ: ഇവിടുത്തെ അനുഗ്രഹം ഞങ്ങൾ വളരെ ഭക്തിപൂർവം എല്ലായ്പ്പോഴും കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെറുശ്ശേരി നമ്പൂതിരി: മദുരാശിയിൽ നിന്ന് ഏത് തീയതിക്ക് എത്തുമെന്ന് തീർച്ചയായി എഴുതിയിട്ടുണ്ടോ? ഇന്ദുലേഖ: ഇനിയത്തെ ആഴ്ചയിലെന്നാണ് എഴുതിയിട്ടുള്ളത്. എഴുതിയിട്ട് ഇന്നേക്ക് 2-3 ദിവസമായി. മറ്റന്നാളോ 4-ാം നാളോ വരുമായിരിക്കാം. ചെറുശ്ശേരി നമ്പൂതിരി: എന്റെ ഇവിടെ നിന്നുള്ള യാത്ര എന്നോ? പുറപ്പാടിന്റെ കാര്യം കൊണ്ട് നമ്പൂരി ഒന്നും മുകളിൽ നിന്ന് പ്രസ്താവിച്ചിരിക്കില്ല. താമസിപ്പാൻ വന്നതല്ലേ എന്നും പറഞ്ഞു ചിരിച്ചു. ഇന്ദുലേഖയും ചിരിച്ചു. ഇന്ദുലേഖ: എന്താണ് ഒരു ശ്രീരാമോദന്ത ശ്ലോകം എഴുതി അയച്ചത് നേരത്തെ? ചെറുശ്ശേരി നമ്പൂതിരിയും ഇന്ദുലേഖയും വളരെ ചിരിച്ചു. ഇന്ദുലേഖ: ഇവിടുന്ന് കൂടെ എഴുന്നള്ളിയത് എന്റെ ഭാഗ്യം തന്നെ. ഞാൻ അമ്പലത്തിൽ പോയി വരാം. രാവിലെ യാത്രയില്ലെങ്കിൽ നിശ്ചയമായി അമരത്ത് കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നള്ളണം. ചെറുശ്ശേരി നമ്പൂതിരി: രാവിലെ യാത്രയുണ്ടാവുമെന്ന് തോന്നിയില്ല. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട് കുളിമുറിയിലേക്ക് പോയി. ചെറുശ്ശേരി നമ്പൂതിരി യഥാപൂർവം കസാലമേൽ തന്നെ പോയിരുന്നു. അപ്പോഴേക്കും മെതിയടിയുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഇന്ദുലേഖ പറഞ്ഞ വാക്കുകളും ബന്ധപ്പെട്ടു പോന്നതും നമ്പൂതിരിപ്പാട്ടിലേക്ക് അപ്പോൾ ഒട്ടും തന്നെ സുഖമായില്ലെങ്കിലും രാത്രി 9 മണിക്ക് 2ാമത് പാട്ട് കേൾക്കാനും മറ്റും മുകളിലേക്ക് പോവാൻ നിശ്ചയിച്ച സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഉടനെ ചിരിച്ചും കൊണ്ട് നാലുകെട്ടിലേക്ക് വന്ന് ചെറുശ്ശേരിയെ കണ്ടു. നമ്പൂതിരിപ്പാട്: എന്താണ്, ചെറുശ്ശേരി തന്നെ ഇരുന്ന് മുഷിഞ്ഞുവോ? മുകളിലേക്ക് വരാമായിരുന്നില്ലേ? ഇന്ദുലേഖ അതിസുന്ദരി തന്നെ. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ശിവ ശിവ, സൗന്ദര്യത്തിന്റെ ഒരു വിശേഷം ഇഷിണ്ടേനും അതിശം തന്നെ. ചെറുശ്ശേരി നമ്പൂതിരി: ഇവിടത്തെ പോലെ ഒരു പുരുഷനെ ഇന്ദുലേഖയും കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇന്ദുലേഖയും പരിഭ്രമിച്ചിരിക്കണം. അത് ഞാൻ മുമ്പ് തന്നെ നിശ്ചയിച്ച കാര്യമാണ്. നമ്പൂതിരിപ്പാട്: എന്താ ചെറുശ്ശേരി ഇന്നാളൊരു ശ്ലോകം ചൊല്ലിയില്ലേ? രംഭയെ കണ്ടിട്ട് രാവണൻ ഭ്രമിച്ച മാതിരി. ആ ശ്ലോകം ഒന്ന് ചൊല്ലൂ. ചെറുശ്ശേരി ശ്ലോകം ചൊല്ലുന്നു. ഇയം ബാലാ ലീലാദരഗമന ലോലാളഗഭര ചലച്ചേലാ ചോള പിഹിത കുജശൈല വിധുമുഖീ ലസൽഭാല മാലാ നിബദളിജാല വിഷമിത സ്മാരജ്വാല വ്രീളാമപഹരതി നീലാബ്ജനയന. നമ്പൂതിരിപ്പാട്: ആ ശ്ലോകം ഒരു ഓലയിൽ എഴുതി എന്റെ വശം തരൂ. കേശവൻ നമ്പൂതിരി ഉടനെ ഒരു ഓലയും എഴുത്താണിയും കൊണ്ടുവന്നു. ചെറുശ്ശേരി ശ്ലോകം എഴുതി നമ്പൂതിരിപ്പാട് വശം കൊടുത്തു. ആ ഓലയും കയ്യിൽ പിടിച്ച് അദ്ദേഹം കുറേ നേരം നാലുകെട്ടിൽ കസാലമേലിരുന്നു. അപ്പോൾ എന്തോ കാര്യവശാൽ ഇന്ദുലേഖയുടെ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ നാലുകെട്ടിന്റെ വടക്കേ അറയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്പൂതിരിപ്പാട് കണ്ടു. ഇന്ദുലേഖയുടെ അമ്മയായ ലക്ഷ്മിക്കുട്ടിയമ്മ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വയസ്സും 35 ആയിട്ടുള്ളൂ. നമ്പൂതിരിപ്പാട് ഈ സ്ത്രീയെ കണ്ട ഉടനെ കേശവൻ നമ്പൂതിരിയോട്: ഈ കടന്നുപോയ സ്ത്രീ ഏതാണ് കറുത്തേടം? കേശവൻ നമ്പൂതിരിക്ക് ഉള്ളിൽ വല്ലാത്ത ഒരു ഭയം തോന്നി. ലക്ഷ്മിക്കുട്ടിയമ്മ തനിക്കു വളരെ പ്രതിപത്തിയുള്ള ഭാര്യയാണ്. ഈ നമ്പൂതിരിപ്പാട്ടിന്റെ സ്വഭാവം തനിക്ക് നല്ല നിശ്ചയമുണ്ട് താനും. കേശവൻ നമ്പൂതിരി ആകപ്പാടെ ഒന്ന് ഭ്രമിച്ചു. കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയുടെ അമ്മയാണ്. നമ്പൂതിരിപ്പാട്: ഓഹോ, കറുത്തേടത്തിന്റെ പരിഗ്രഹം അല്ലേ? കേശവൻ നമ്പൂതിരി: അതെ. നമ്പൂതിരിപ്പാട്: എനിക്ക് സംസാരിക്കണം, ഇങ്ങോട്ട് വിളിക്കൂ. കേശവൻ നമ്പൂതിരി: ഒരു വിരോധവുമില്ല. പാട്ട് കേൾപ്പാൻ വരുമ്പോൾ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ നിന്ന് കണ്ട് സംസാരിക്കാം. അതല്ലേ നല്ലത്? ചെറുശ്ശേരി നമ്പൂതിരി: അല്ല, ഇപ്പോൾ തന്നെയാണ് നല്ലത്. രാത്രി പാട്ടിന്റെ ഇടയിൽ എന്ത് സംസാരിക്കാൻ കഴിയും? ചെറുശ്ശേരി നമ്പൂതിരി നമ്പൂതിരിപ്പാട്ടിലെ ചോദ്യവും കേശവൻ നമ്പൂതിരിയുടെ പരിഭ്രമവും കണ്ട് ആകപ്പാടെ വളരെ രസിച്ചു. ഇങ്ങനെ തന്നെ വരണം ഇളിഭ്യൻ കേശവൻ നമ്പൂതിരി ഒന്ന് ബുദ്ധിമുട്ടട്ടെ എന്ന് ചെറുശ്ശേരി നമ്പൂതിരി ഇച്ഛിച്ചുകൊണ്ടാണ് മേൽ കാണിച്ച പ്രകാരം പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞത് ദ്രുതഗതിക്കാരൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് വളരെ രസമായി. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി പറഞ്ഞത് ശരി. എനിക്കിപ്പോൾ തന്നെ കണ്ട് സംസാരിക്കണം. നമുക്കെല്ലാം കറുത്തേടത്തിന്റെ അറയിൽ പോയി ഇരിക്കാമല്ലോ. കറുത്തേടം ആകപ്പാടെ അശേഷം ഒരു ലൗകികമില്ലാത്ത ആളാണ്. ഇതിനു മുമ്പേ നമ്മളെ അറയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവേണ്ടതല്ലേ ചെറുശ്ശേരി? ചെറുശ്ശേരി നമ്പൂതിരി: സംശയം എന്താണ്? അങ്ങനെയല്ലേ വേണ്ടത്? നോക്കി ഇപ്പോൾ തന്നെ പോവാമല്ലോ, അല്ലേ കറുത്തേടം? കേശവൻ നമ്പൂതിരി: അതെ, പോവാം. അതിനെന്ത് സംശയം എന്നു പറഞ്ഞ് കേശവൻ നമ്പൂതിരി വളരെ വിഷാദത്തോടു കൂടി എഴുന്നേറ്റു. കൂടെ തന്നെ നമ്പൂതിരിപ്പാടും. നമ്പൂതിരിപ്പാട്: എന്താ, ചെറുശ്ശേരി വരുന്നില്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, വേണമെങ്കിൽ വരുന്നതിനും വിരോധമില്ല. നമ്പൂതിരിപ്പാട്:
എന്നാൽ ചെറുശ്ശേരി ഇവിടെ തന്നെ ഇരിക്കൂ, ഞാനും കറുത്തേടവും കൂടി പോയി വരാം. ചെറുശ്ശേരി നമ്പൂതിരി: അങ്ങനെ തന്നെ.